അങ്ങനെ നമ്മുടെ നിധി കിളിക്കൂട് വിട്ടിട്ട് ഹോസ്റ്റലിലേക്ക് മാറുകയാണ്. ഹോസ്റ്റലിലേക്ക് മാറുന്ന സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ കൊണ്ടാക്കുന്നുണ്ട്. സുഭാഷേട്ടൻ കൊണ്ടാക്കുന്ന സമയത്ത് നിധിക്ക് ഒപ്പിടാനൊക്കെ പറയുന്നുണ്ട് ലോക്കൽ ഗാർഡിയനായിട്ട്. അതൊക്കെ നമ്മുടെ സുഭാഷേട്ടൻ ഒപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടനോട് പറയുന്നുണ്ട് വാർഡൻ കുറച്ചും കൂടി പൈസ അടയ്ക്കാൻ ബാക്കിയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ സുഭാഷേട്ടൻ മുഴുവൻ പൈസയും കൊടുക്കുന്നുണ്ട്. നിധി പറയുന്നുണ്ട് വേണ്ട സുഭാഷേട്ടൻ, ഞാൻ അടുത്ത മാസം കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷേട്ടൻ ഒരിക്കലും സമ്മതിക്കില്ല, നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് മോളെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഒക്കെ അടയ്ക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നുണ്ട് നിധിയുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് പറയണം നിനക്ക് എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം മോളെ, നീ ഒരു മടിയും കരുതണ്ട, നീ ഇവിടെയാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേറെ ഒന്നും നീ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോണ്ട്. നിധിയാണെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നമ്മുടെ സുഭാഷേട്ടനാണെങ്കിൽ അതിലേക്കേറെ വിഷമിക്കുന്നുണ്ട്. എന്തായാലും സുഭാഷേട്ടൻ വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ സുധീഷ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് വന്നില്ലേ നിധി, ഇനി എങ്ങനെ വരിക, അവൾ ഒരിക്കലും വരില്ല, അവളുടെ ആവശ്യമല്ലല്ലോ ഇവിടെ നിൽക്കേണ്ടത്, നമ്മളുടെ ആവശ്യമല്ലായിരുന്നു, പക്ഷേ നീ അതൊക്കെ കൊളാക്കിയില്ലേ, ഇനി അവൾ ഒരിക്കലും വരില്ല എന്നൊക്കെ പറയേണ്ടത്. സുധീഷിനാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ രാവിലെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഭാസ്കരൻ പോയിട്ട് നമ്മുടെ നിധിയുടെ ഹോസ്റ്റലിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. നിധി രാവിലെ എണീറ്റിട്ട് കണ്ണൊക്കെ തുറന്നിട്ട് കർട്ടൻ ഇങ്ങനെ നീക്കുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരനെയാണ് കാണുമ്പോൾ താഴെ ഓടി വന്ന് എന്തിനാ അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് ചോദിക്കേണ്ടത്. ഇല്ല മോളെ, ഞാൻ കാരണമാണ് സുധീഷ് അങ്ങനെയൊക്കെ പറയണത്, നീ എന്തായാലും വീട്ടിലേക്ക് തിരിച്ച് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ പറയേണ്ടത് എന്തായാലും ഞാൻ അപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരനെ തിരിച്ച് വിടുന്നുണ്ട്. ഭാസ്കരൻ ഒരുപാട് പറയാനൊക്കെ ഉണ്ട്, പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല. പിന്നെ കാണിക്കണം നമ്മുടെ സുധീഷും വരുന്നുണ്ട്. സുധീഷ് ഹോസ്റ്റലിൻ്റെ മുന്നിൽ വന്ന് ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് ബലൂണൊക്കെ പറപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ നീതി താഴെ വന്നിട്ട് പറഞ്ഞു ഈ മാതിരി വേഷം കെട്ടോട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്, ഇനി ഇത് ആവർത്തിക്കരുതൊക്കെ എന്ന് പറഞ്ഞിട്ട് സുധീഷിനെ ആട്ടി വിടുന്നുണ്ട്. പിന്നെയും സുധീഷിനെ മനസ്സ് കേൾക്കാതെ സുധീഷ് പിന്നെയും ഓഫീസിലൊക്കെ പുറത്ത് പോയി നിൽക്കുന്നുണ്ട്. നീതിയുടെ ഫ്രണ്ട് പറയുന്നത് നിങ്ങളെ കാത്തിട്ട് പുറത്ത് ആൾ നിൽക്കുന്നുണ്ട്, അന്ന് വന്നില്ലേ ഓഫീസിൽ തമ്മിൽ തല്ലിയില്ലേ ആ ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. നിധി പോയിട്ട് എന്താ ചോദിക്കുന്നുണ്ട്, പിന്നെ സോറി ഞാൻ അങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ നിധി കേൾക്കാൻ കൂട്ടാക്കണില്ല. പിന്നെ കാണിക്കണം നമ്മുടെ നികേഷിന് പനി വരുന്നുണ്ട്. നികേഷിന് പനി വരുന്ന സമയത്ത് നമ്മുടെ നിധിയെ വിളിച്ചിട്ട് നികേഷ് അറിയിക്കുന്നുണ്ട്. അവനെ കാണാൻ വേണ്ടിയിട്ട് തിരിച്ച് വരുന്നുണ്ട് വീട്ടിലേക്ക്. നമ്മുടെ ഭാസ്കർ ഇങ്ങനെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് ഇവിടെ കയറി വരുന്ന സമയത്ത്. നിധിയാണെങ്കിൽ ചിരിക്കാതെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ മോളെ നീ നികേഷിന് പനിയാന്നൊക്കെ അറിഞ്ഞാന്ന് പറയുന്നുണ്ട്. ആ നികേഷിനെ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം സുഭാഷേട്ടൻ പറയുന്നത് നികേഷിന് നീ എന്തിനാടാ അതൊക്കെ വിളിച്ച് പറയാൻ പോയി, ആ കുട്ടിയെ വെറുതെ ബുദ്ധിമുട്ടിക്കാന്നൊക്കെ പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടില്ല. എന്തായാലും നികേഷിനെ കുറച്ച് നേരം അവൾ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷേട്ടനാണെങ്കിൽ നിധിക്ക് ചായ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പറഞ്ഞിട്ട് എത്ര ദിവസമായി സുഭാഷേട്ടൻ അത്ര ഇങ്ങനെ ഒരു ചായ കുടിച്ചിട്ട്, നിങ്ങളെ ചായ കുടിക്കാൻ എനിക്ക് കൊതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നികേഷിനെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. നികേഷിന് കുറച്ച് പനിയൊക്കെ മാറേണ്ട. ആ സമയത്ത് നികേഷ് ചോദിക്കുന്നുണ്ട് ഏടത്തേക്ക് ഇങ്ങോട്ട് തിരിച്ച് വന്നുകൂടെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സുഭാഷേട്ടൻ പറയുന്നത് നീ ഒന്നും മിണ്ടായിരിക്കുക, അവളെ ബുദ്ധിമുട്ടിക്കാതെ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അറിയാതെ നമ്മുടെ സുധീഷാണെങ്കിൽ ആ കട്ടിലിൽ കിടക്കുന്നുണ്ട്. നിധി വന്ന് കണ്ട ഇതിൽ ബോധം കേട്ടുന്നുണ്ട് നമ്മുടെ സുധീഷ്. എന്തായാലും നിധി പറയുന്നുണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് തിരിച്ച് പോകുന്ന സമയത്ത് സുധീഷ് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് സുധീഷ് നിധിയുടെ പിന്നിൽ പോണ വഴിയിൽ ആൾക്കാർ മുഴുവനെ കളിയാക്കണ്ട. ഓ മോളെ നീ തിരിച്ച് വന്നോ, ആ വീട്ടിൽ ആരും നിൽക്കില്ല, നീ എന്തിനാ തിരിച്ച് വന്നാൽ, നീ പോയിക്കൂടെ, അത് പെണ്ണുങ്ങളെ വാഴാത്ത വീടാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഒരുമാതിരി പരിഹാസിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിനാകെ വിഷമമുണ്ട്. ഞാൻ കാരണം ഈ കുടുംബത്തിന് ഇനിയും ചീത്തപ്പേര് കിട്ടുകയല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇനി ചീത്തപ്പേര് കേൾക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ വിചാരിക്കേണ്ട. ആ സമയത്ത് സുധീഷ് പറയണ്ട നീ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്കാണെങ്കിൽ ആകെ വിഷമമുണ്ട്. സുധീഷ് പറയണത് ഇതൊന്നും നീ സാരാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുധീഷ് ഓരോ കോപ്രാട്ടങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും നിധി ഹോസ്റ്റലിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. എന്നിട്ട് കിളിക്കൂട് വീട്ടിലേക്ക് തന്നെ തിരിച്ച് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സുധീഷിനോട് ഒരു അഗ്രിമെൻറ്റ് വെക്കേണ്ടത്, അത് താലി അവൾ ഊരി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയേണ്ടത് എത്രയും പെട്ടെന്ന് നമുക്ക് ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ ഞാൻ ഈ വീട്ടിൽ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സോടെ സുധീഷും സമ്മതിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.